കാണുന്ന പിക്ചർ കണ്ണിങ്ങനെ നിറയും. 86 കുഞ്ഞുവിൻ്റെത് അവൾക്ക് ശരിയാ. 69 കുഞ്ഞു രണ്ടിനും Anana patia, apate ke na, apatia, apate ke ku, apate tu, apate ke ku, apatie. ഗൈസ്, അപ്പം കാളരാഗം കേട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പില്ല, ഞാൻ പുതിയ ലിപ് ബാം മേടിച്ചു. ഗൈസ്, ഞാൻ രണ്ടാൾക്കാർ ഇവിടെ പിങ്ക് ആയിരുന്നു, ഇപ്പോൾ ഞാൻ പർപ്പിൾ മേടിച്ചു. ഓ ഗൈസ്, തടി വെച്ചു ഒടി പട്ടികളെ. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ കിഡിലൻ ചലഞ്ചസ് കൊടുക്കുന്നുണ്ട്. നോക്കണ്ട, രണ്ടിനും പ്രാന്തായാണ്. രണ്ടിനും പ്രാന്താണ്. ഏതോ വൈറൽ പാട്ട് കേട്ടിട്ട് തുള്ളി കളിക്കാണ്. എന്താ മക്കളങ്ങ് കുടുങ്ങിയേ? ഇവൾക്ക് എന്താണ് പറ്റേ? ഇവൾക്ക് എന്തോ പറ്റി ഗൈസ്. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റേഷൻ. രണ്ടെണ്ണത്തിന് ഞാൻ ആട്ടി ഓടിച്ചിട്ടുണ്ട്. എനിവേ, നമുക്ക് നമ്മളെ ചലഞ്ചിലേക്ക് പോവാം. പിന്നെ ഈ ചലഞ്ച് മൊത്തം ഞാൻ തന്നെ പ്ലാൻ ചെയ്ത്. ഇവർ രണ്ടുപേരും മാത്രമല്ല, അവർക്കായിട്ടുള്ള കടിക്കാച്ച സാധനം. ഗൈസ്, അപ്പൊ ആദ്യത്തെ ചലഞ്ച് എന്നാ, ഇവർക്ക് രണ്ടുപേർക്കും 60 പീസിന്റെ പസിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നോക്കണ, ഇവരിത് അൺബോക്സ് ചെയ്യുന്നുണ്ട്. 60 പീസുള്ള പസിലാണ്. ഇതിൽ ആദ്യം ഈ പസില് റൗണ്ടിൽ കേട്ടത് ഏകദേശം ഇതുപോലെ വരും. ഈ സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കണം. ടൈം ഉണ്ട്, ഏകദേശം ടൈം 5 മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ സെറ്റ് ആക്കണം. ഇതാണ് സാധനം കണ്ടത്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള. ഞാൻ ആരും രക്ഷിക്കൂല. ബേബി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഫോണ് ഞാൻ ഇതാക്കണ സെന്ററിൽ ഇട്ടുണ്ട്. ഇവിടെ ടൈം പോണ നിൽക്കുകയാണ്. കുഞ്ഞും അൽഫിയുടെ മത്സരമാണ് ഗൈസ്. ആരാദ്യം ജയിക്കുമെന്ന് ഞാൻ ഒറ്റ നോക്കാണ്. എനിക്ക് തോന്നുന്നു കുഞ്ഞു ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ചെയ്ത് ആ ചലഞ്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ചലഞ്ച് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള സാധനമാണ്. കൈ വേദനിക്കും. ഓ മൈ ഗോഡ് ഗൈസ്, എന്റെ ബേബി ഇതാക്കണ ഓൾമോസ്റ്റ് തല്ലല്ലേ. ഞാനിത് പറയട്ടെ, കാമൻട്രി കുഞ്ഞുവിൻ്റെത് അവള് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്റെ ഉള്ള ബുദ്ധിയെല്ലാം റൂമിൽ വെച്ച് പോയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ആധുനികമായി ഇവിടെ നോക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അൽക്ക് എന്താണ് പറയുന്നത്? പറയോ? ഞാനിപ്പൊന്നും പറയുന്നില്ല, കാരണം കുറെ പീസസ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. കുഞ്ഞു ഓൾമോസ്റ്റ് ഇതിന്റെ ഉള്ളത്തത് കവർ ചെയ്യാണ്. ഞാൻ അവർക്ക് ഒരു 5 മിനിറ്റ് ടൈം കൂട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ടൈം കുറച്ചായി. ഇപ്പൊ റെഡി ആകുമ്പോഴത്തേക്ക് ടൈം ആയി പോയിട്ട് അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂട്ടി കൊടുത്തു. ഞാൻ ലാസ്റ്റ് പീസ് വെക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറിപ്പോയതാണ്. അങ്ങനെ ലാസ്റ്റ് പീസ്. Winner, chicken winner. Oh my God. കണ്ടില്ലേ, ഈ സാധനത്തിന്റെ കറക്റ്റ് അതാണ് സംഭവം. കറക്റ്റ് ആയി കഴിഞ്ഞു. സോ കൺഗ്രാറ്റുലേഷൻ കുഞ്ഞു. സാറല്ലേ ബേബി, നമുക്ക് അടുത്തല് പിടിക്കുക. ഇനി ഒരുപാട് ചലഞ്ച് ഉണ്ട്. ഇവിടുന്ന് എണീക്കുള്ളൂ. ആശയാണോ ഗൈസ്? അപ്പൊ അടുത്ത ചലഞ്ചിന് വേണ്ടി നമ്മൾ രണ്ടുപേരും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഡ്യൂഡി ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഐ മീൻ മാർക്കില്. സോ റെഡി, 1 2 3 ഡംബിൾസ്. ഈ സാധനല്ലേ ഇങ്ങനെ പിടിച്ചിട്ടാക്കണേ? അന്ന് കാണിച്ചെടുത്ത ബേബി. ഈ സാധനമാണ് നമ്മളത് ഏറ്റവും കൂടുതൽ ആരാക്കുന്നത്. പറ, ആവശ്യമുണ്ട്. നിനക്ക് കൂടുതൽ ആവശ്യമുണ്ട്. പറയാൻ കഴിയില്ല നമുക്ക് ആര് ജയിക്കണം. എനിക്ക് ഇഷ്ടമുള്ള പോലെ നീ മാറ്റിക്കോ, കുഴപ്പമില്ല. ബേബി, യു റെഡി? 1 2 3 സ്റ്റാർട്ട്. 3 പോട്ടെ. 4 5 6 താട്ട് 7 8. കുഞ്ഞുമോൾക്ക് ഒരു അനക്കില്ല. 2 കൈ കൊണ്ടായതാണോ? 6. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളത്. 40 എണ്ണായി. ഓ മൈ ഗോഡ്. 65 66 67 68 69 85. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. 86 100. 100 മതി. രണ്ടാൾക്കാരും ജയിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. വേണ്ട രണ്ടുപേർക്കും മാർക്ക് തരാം. ഓക്കെ, വാശി തരാം. അല്ല ഇനി എനിക്ക് സമയമില്ല. അടുത്ത ചലഞ്ച് വേണം. ഇത് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകും.
രണ്ടാൾക്കറിയേ ഈ ചലഞ്ചിൽ 2 പേരും 2 പേരും തോൽക്കുന്നു. 2 കൈ തന്നാലും തോൽക്കുന്നു വിചാരിച്ചില്ലേ? ഒരു കൈ രണ്ടാൾക്ക് വെക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. പക്ഷെ 2 പേരും ചെയ്തിട്ടോ, നല്ല ചെയ്ത്. കൺഗ്രാറ്റുലേഷൻ. കൈ നല്ല വേന ഉണ്ടാവട്ടോ, നല്ല വേന ഉണ്ടാവട്ടോ. അടുത്തത് ഡ്രോയിങ് മത്സരമാണ്. ഈ കാണുന്ന പിക്ചർ ഈ 2 എണ്ണം വരയ്ക്കണം. ഓക്കെ ഓക്കെ. അൽഫി ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഫി വരയ്ക്കോ? ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് ഇവരിവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ട സാധനം, നോക്കി വെച്ചോ. ഞാനൊരു 15 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. ആ 15 മിനിറ്റിൽ ഇവര് ഡ്രോ ചെയ്ത് കഴിയും. 2 ആളും ഫിനിഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നോക്കും ആരാണ് ഏറ്റവും നന്നായിട്ട് ആ ചിത്രം വരച്ചത്. ഓക്കെ, 2 പേരും പെന്ന് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. കാരണം നമ്മൾ ഒറ്റ ചാൻസ് കൊടുക്കുള്ളൂ, മായിച്ചിട്ട് വരയ്ക്കുന്ന പരിപാടി നടക്കൂല. അളവൊക്കെ എടുത്തിട്ടാണ് ആൽഫി വരയ്ക്കുന്നത്. അളവൊക്കെ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഇതാണ് ഫോട്ടോ. ഇത് കുഞ്ഞുനെ പോലെ ഉണ്ടല്ലേ കാണാൻ. ആൽഫി കുറെ മാർക്കൊക്കെ ഇട്ടിട്ട് ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് സ്റ്റാർട്ടിങ്. അവസാനം നമുക്ക് എന്താവും നോക്കാം. പണ്ട് ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ പോയതിന്റെ ഒരു കഴിവ് ചിലപ്പോ അവിടെ മണപ്പിക്കാൻ ചാൻസ് ഉണ്ട്. മണപ്പിക്കുന്നേ ഏതൊരു മല 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 ചെരിഞ്ഞ് പോകുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഗൈസ് ഇത് കണ്ടിട്ട്. ബേബി ഇതിലെങ്കിലും ജയിക്കുവോ? ബേബി വരയ്ക്കാൻ അറിയാൻ പാടില്ല. കുഞ്ഞു നന്നായിട്ട് നോക്ക് നീ എന്താ ഞാൻ ശരിക്കും അത് നമ്മൾ ഫൈനലിൽ കാണാം. നീ വരയ്ക്കും. സംഭവം കുറച്ച് ടഫുള്ള കൊടുത്താണ്, പക്ഷെ ഇവരെ സീരിയസ് ആയിട്ട് എടുത്ത് 2 ആൾക്കാരും നല്ലോണം വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഫൈനൽ വിന്നറെ പിക്ക് ചെയ്യാൻ കുറച്ച് ടഫാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഫോട്ടോ. സോ ആദ്യം ബേബിന്റെ അവിടെ കൊണ്ട് നോക്കട്ടെ. സോ മൂക്ക് കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിന്റെ നോക്കട്ടെ. ഓക്കെ, കുഞ്ഞിന്റെ എടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെതും ഈ മൂക്കാണ് പ്രശ്നം. അമ്പലക്കലക്കിലെ വളവ് പോലെ ഇത് ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് വേറെ എന്തോ ഒരു അടക്ക പോലത്തെ സാധനം. കുഴപ്പമില്ല, നമുക്ക് 2 ഒരുമിച്ച് വെച്ച് നോക്കാം. ഇതിൽ ഏതാണ് ബെറ്റർ? അപ്പൊ ഇതിലേതാ ബെറ്റർ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. എനിക്കിത് നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. എനിക്ക് കിട്ടുന്നില്ല ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഗൈസ്. അപ്പം ഈ മത്സരത്തിലുള്ള വിന്നർ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. കാരണം ഞാൻ കൺഫ്യൂസ്ഡ്. 2 ആൾക്കാരും അത് കൊടുത്ത മാരില്ല, പക്ഷെ ഇവർ 2 ആൾ വരച്ചത് സെയിം. ഇവർ 2 ആളും സെയിം, പക്ഷെ അത് വേറെ എന്തായിരുന്നു. അപ്പൊ ഇതിലെ വിന്നറിനെ ഞാൻ പ്രഖ്യാപിക്കൽ. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആരാണ് ഇതിലത്തെ വിന്നർ. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ചലഞ്ച് ഇവരെ കയ്യിൽ ഞാൻ ഐസ് കൊടുത്തു. ഇതിന് 2 ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു കയ്യിൽ പിടിച്ചു നിൽക്കണം. ഏറ്റവും കൂടുതൽ കൈ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആ കയ്യിൽ വെക്കുന്ന ആൾക്കാർ വിജയിക്കും. സോ നമുക്ക് നോക്കാം ഗൈസ്. എടുത്തോളി. 2 ആൾക്കാർ ഐസ് 2 ആൾക്കാർ ഐസ് വെച്ചിരിക്കുന്നുണ്ട്. ആഹാ ആഹാ, കുഞ്ഞിന്റെ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ. കുഞ്ഞു അയ്യാ വല്ലതും തരണേ, അയ്യാ വല്ലതും തരണേ. സോഫയിൽ വെള്ളാക്കലടി, കുരിപ്പ നിലത്ത് ആക്കടി. ഓ മൈ ഗോഡ്, ഇത് പെട്ടെന്ന് കഴിയും. ഇതിലാര് ജയിക്കും എന്നുള്ളത് എനിക്കൊന്ന് കണ്ടോ. ഇവര് 2 പേരും വിട്ടുകൊടുക്കുന്നുണ്ട്. അതൊരു സമ്മതി. ഞാനൊക്കെയാണ് വേഗം വിട്ടെടുത്ത് പോയത്. പക്ഷെ നല്ല പെയിനായി സൈസ് കൈമച്ച് 2 ആൾക്കാർ പിടിച്ചു നിൽക്കണം. ഇപ്പൊ ഓൾമോസ്റ്റ് ഗേൾസ് പവർ. 2 മിനിറ്റ് കഴിഞ്ഞ് ഗൈസ്, ഇപ്പോഴും ഗേൾസ് പവർ ഗൈസ്. അൽഫിന്റെ കയ്യിലുള്ളത് ഇതാക്കണം, അലിഞ്ഞ് തീരാണ്. അപ്പൊ മാറ്റാണ്, പുതിയ ഐസ് വെച്ച് കൊടുക്കാണ്. ഒന്ന് വെച്ച് വന്നാല് അങ്ങനെ എനിക്ക് ഉണ്ടാവില്ല. എന്റെ കയ്യത്ത് 2 പേരും വിട്ടുകൊടുക്കുക. എനിക്കൊന്ന് കുറച്ച് വലിയ ഐസ് ഉണ്ടെങ്കിൽ ഇവര് പെട്ടാന്. സോ ഇതിലും നമ്മൾ 2 പേരും വിജയാക്കി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. ഇവര് ഗേൾസിന് ചലഞ്ച് എടുക്കുക ഭയങ്കര. ഞാനും കുഞ്ഞുമാണെങ്കിൽ ഒരാൾ ഞാൻ ചിലപ്പോൾ തോറ്റേനെ. പക്ഷെ ഇവർ 2 പേരും ആയതുകൊണ്ട് 2 പേരും വിട്ടുകൊടുക്കില്ല. ഒന്നിനൊന്ന് ഇതാണ്. സോ മക്കളെ ഐസ് കൊണ്ടിട്ടോളെ. അടുത്ത പണിയുണ്ട്. ഓക്കെ, ഇതിൽ 2 പേരും വിന്നറെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 പേരുടെ കയ്യിൽ ഞാൻ നല്ല ഓണിയൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓണിയൻ ഉണ്ട്. അപ്പൊ എന്താ ടാസ്ക് വെച്ചാല് കണ്ണിന്ന് വെള്ളം വരാണ്ട് ഈ ഓണിയൻ അരിഞ്ഞിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഓനിയൻ മുറിച്ച കണ്ണിന്ന് വെള്ളം വരൂ. അതാണ്, അത് വരാണ്ട് കട്ട് ചെയ്യണം. ആരെ കണ്ണിന് ഞാൻ പറയാ, ആരെ കണ്ണ് ടാക്ടിക്സ് ഉണ്ട്. ഉള്ളി നല്ല കുനുകുനാന്ന് അറിയണം. ആരെ കണ്ണെന്ന് ആദ്യം വെള്ളം വന്നോ അവര് ഔട്ട് ആവുന്നതാണ്. ഓക്കെ, മറ്റാള് ജയിക്കുന്നതാണ്. എന്തോ ആയി തുടങ്ങി. കമോൺ കുഞ്ഞു, യു ക്യാൻ ഡു ദിസ്. എന്റെ ക്യാമറ കുത്തി
പൊട്ടിക്കരുത് കേട്ടോ. അൽഫിനിലെ കുനുകുനാന്ന് അരിഞ്ഞ് തീർന്നു. ഒരു ഉള്ളി തീർന്നാ. ഓ അമ്മോ, ഉള്ളിന്റെ ഒരു അരിയല് കണ്ട. മൈൻഡൊക്കെ വേറെ എവിടോ ആക്കി ഇതാക്കണ ഉള്ളിയെടുത്ത പുള്ളികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ല കച്ചവടട്ടെ ഇവിടെ. കണ്ണിന്ന് വെള്ളം വരുന്നു, കണ്ണിന്ന് വെള്ളം വരുന്നത്. കണ്ണുകൊണ്ട് എരിഞ്ഞിട്ട് ഒലിക്കുന്നു, കണ്ണിങ്ങനെ നിറയുന്നു. അല്ല കുഞ്ഞാളെ കണ്ണ് ഫുള്ളാവുന്നില്ല. അൽഫി കണ്ണ് ഉരുട്ടിനെ പേടിപ്പിക്കുന്നു. ഇനി ഇവർക്ക് ഇത്ര സിമ്പിൾ സാധനം കൊടുക്കില്ല. രണ്ടാൾക്കാരും പൊരുതി നിൽക്കട്ടെ. ഒരാളെ കണ്ണിന്ന് പോലും ഉള്ളി എട്ടിൻ്റെ വെള്ളം വരും. സാധാരണ ഉമ്മയുടെ അരിയുമ്പോൾ രണ്ടാൾക്കാർ കണ്ണിന് വെള്ളം വരും. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കൊടുത്തു കൈസ്. പക്ഷെ ഇവർ രണ്ടാൾ എന്ത് സീനാറിയോ, സീൻ സാധനങ്ങൾ. ഇപ്പൊ കുഞ്ഞു നോക്കണ അവസാനത്തെ ഒനിയൻ കണ്ട് സ്ലൈസ് ചെയ്ത് അരിയുന്നുണ്ട്. യെസ്, കഴിഞ്ഞ് കണ്ണ് നോക്കട്ടെ. കണ്ണാണിക്ക് ഒരു ചെറിയ പൊടിക്ക് ഇല്ല ഉണ്ടല്ലോ ഉണ്ടല്ലോ ചെറുതായിട്ട്. ഗൈസ്, അപ്പൊ നമ്മളെ മത്സരം കഴിഞ്ഞിരിക്കുന്നു. സോ നമ്മളെ മത്സരത്തിൽ കുഞ്ഞുവാണ് ജയിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മളുടെ പസിലില് അൽഫി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ തോൽക്കുന്നാണ് വിചാരിച്ചത്. അതെ അതെ, പക്ഷെ കുഞ്ഞു അത് ജയിച്ചു. അപ്പം കുഞ്ഞു കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, കറന്റ് ഇപ്പൊ കുഞ്ഞോട്ടോ. കറന്റ്